ഹായ് ഹലോ വെൽക്കം ടു യുവർ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ എന്നും വൈകുന്നേരം ഇതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞു വന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് നടക്കാനായിട്ട് പോകാറുണ്ട്. നടക്കാൻ പോകുന്ന വഴി എന്ന് പറയുന്നത് രണ്ട് സൈഡും പാടവും പുഴയൊക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പൊ പിങ്കൂസ് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട്, അമ്മ നമുക്ക് പുഴയിൽ നിന്ന് മീൻ പിടിച്ചാലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫിഷിംഗ് വ്ളോഗും കൂടിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് സാമഗ്രികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മീൻ പിടിക്കുന്നത് എങ്ങനെയാന്ന് വലിയ അറിവൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ മീൻ പിടിക്കുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ മുകൾ ഭാഗം മുറിച്ചിട്ട് അതിൽ മൈദപ്പൊടി കലക്കി മീൻ പിടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ചൂണ്ടയും ചൂണ്ടക്കുളത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു. നമ്മളിൽ ഇപ്പൊ മൈദപ്പൊടി ഒന്നുമില്ല, പകരം ഞാൻ കോൺഫ്ലവർ ആണ് എടുത്തോണ്ട് വന്നിട്ടുള്ളത്. ചെയ്യുന്നത് മണ്ടത്തിനാന്നറിയാം, എന്നാലും നമ്മുടെ പിങ്കൂസിനെ തൃപ്തിപ്പെടുത്താനായിട്ട് ഇതേ ഉള്ളൂ ഒരു വഴി. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഒരു രസമല്ലേ. ഇതുവഴി പോകുന്നവരും വരുന്നവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മളിത് ആ കോൺഫ്ലവർ ഒക്കെ കലക്കി നമ്മുടെ കെണി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് അമ്പുഴയിലേക്ക് ഇട്ട് കൊടുക്കാം. ചറപറാന്ന് മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇട്ടതെങ്കിലും നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽഡ് ആയിരിക്കുകയാണ്. അപ്പോഴാണ് പിങ്കൂസ് പറയുന്നത്, അമ്മ ഈ സൈഡല്ല അപ്പുറത്തെ സൈഡിൽ കുറെ മീനുകൾ ഉണ്ടാവും, നമുക്ക് അവിടേക്ക് പോവാന്ന്. എന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അപ്പുറത്തെ സൈഡിലേക്ക് പോയി. ബോട്ടിലിന് വെയിറ്റ് ഇല്ലാത്ത കാരണം അത് ശരിക്കും താഴ്ന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊരു കല്ലും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചു നേരം നിന്നിട്ടും യാതൊരു പ്രതീക്ഷയും കിട്ടാത്ത കാരണം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നടത്തം ആരംഭിച്ചു. പിന്നെ പിങ്കൂസി നടക്കുന്നത് നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവളെ എടുക്കേണ്ടി വരും. വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് കക്ഷി നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് തിരിച്ചു വന്നപ്പോൾ പിങ്കൂസിന് വീണ്ടും ഒരു ആഗ്രഹം, ഒന്നും കൂടി മീൻ പിടിച്ചാലോ. എന്നാ പിന്നെ അതും കൂടി നോക്കിയിട്ട് പോവാന്ന് വെച്ചു. എന്റെ കോൺഫ്ലവർ ഒന്നും മീനുകൾക്ക് ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ഒരു കുഞ്ഞിമീന് പോലും ആ ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഒരുപാട് വൈകിയ കാരണം ഞങ്ങൾ ആ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ.